ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് അങ്കുവിൻ്റെ കസിൻ സിസ്റ്റർ ആദൂട്ടിക്ക് ഫസ്റ്റ് മുടിയെടുക്കാനായിട്ട് കുമാരകോവിലോട്ട് പോവുകയാണ് എല്ലാവരും കൂടി. അങ്കു അവൻ്റെ അപ്പച്ചിയുടെ കയ്യിലിരിക്കുവാണ്, അതായത് ആദൂട്ടിയുടെ അമ്മ. ആദൂട്ടി അവളുടെ അമ്മാമ്മയുടെ കയ്യിലിരിക്കുവാണ്. ഇതാണ് അങ്കുവിൻ്റെ മാമൻ, അതായത് ആദൂട്ടിയുടെ അച്ഛൻ. അങ്കു അവൻ്റെ അമ്മാമ്മയുടെ കൂടെ വരുവാണ്. കൂടെ ഉള്ളത് അമ്മയുടെ അമ്മയാണ്. ഇതാണ് എൻ്റെ അച്ഛൻ, അങ്കുവിൻ്റെ അപ്പാപ്പൻ. ഞങ്ങൾ ഏകദേശം കോവിലിൻ്റെ അടുത്തെത്തി. നല്ല തിരക്കായിരുന്നു. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്, തക്കലയുള്ള കുമാരകോവിൽ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മുട്ടയടിക്കാനും പിന്നെ ചോറൂണിനും ഇവിടെ നിറയെ ആൾക്കാർ വരാറുണ്ട്. ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു കാവടി പോകുന്ന കണ്ടു. നേർച്ച കാവടിയാണ്. കുടുംബക്ഷേത്രത്തിൽ നിന്ന് കാവടി കെട്ടിയിട്ട് ഇവിടെ വന്ന് നേർച്ച കാവടി നടത്തുന്നതാണ്. അങ്കു ഇതെല്ലാം കണ്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പാപ്പൻ്റെ കയ്യിൽ. ഞങ്ങൾ നേരത്തെ എത്തി. ചേട്ടനും ആദൂട്ടിയും ചേച്ചിയൊന്നും എത്തിയില്ലായിരുന്നു. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവർ വരുന്നുണ്ട്. ചേച്ചിയുടെ അച്ഛനാണിത്. ചേച്ചി എന്ന് പറയുന്നത് അങ്കുവിൻ്റെ അപ്പച്ചിയാണ്. അവരെ എല്ലാവരും ഇറക്കിയിട്ട് ചേട്ടൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി. ആദൂട്ടി എൻ്റെ കയ്യിൽ ഇരിക്കുവാണ് എല്ലാം നോക്കിക്കൊണ്ട്. അടുത്ത കാവടി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ്. പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ചേട്ടൻ എത്തി. ചേട്ടനും അച്ഛനും എല്ലാവരും കൂടി തട്ടം മേടിക്കാൻ പോവുകയാണ് അമ്പലത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കാനായിട്ട്. തട്ടമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ മണ്ഡപത്തിലോട്ട് പോയി. മണ്ഡപത്തിൽ വെച്ചിട്ടാണ് മുട്ടയടിക്കുന്നത്. കോവിലിൻ്റെ എതിർവശത്തിലാണ് മണ്ഡപം ഇരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ചോറൂണ് നൽകുന്നത്. ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്.
അതിന് മുട്ടയടിക്കാനായിട്ട് അടുത്ത ഡ്രസ്സൊക്കെ മാറ്റിയെടുത്തു. അങ്കു സ്റ്റക്കായിട്ട് നിൽക്കുവാണ്, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് നോക്കിയിട്ട്. അത് ഭയങ്കര കരച്ചിലായിരുന്നു. മുടി എടുത്തപ്പോൾ കൈ വച്ചപ്പോഴേ കരച്ചിൽ തുടങ്ങി. അച്ഛാന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. എല്ലാവരും സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഈ നിൽക്കുന്നതാണ് ആദൂട്ടിയുടെ മാമൻ. കരഞ്ഞ് വിളിച്ച് ഒരു വിധത്തിൽ മുടിയെടുത്തു. ചേട്ടനും ചേച്ചിയും കൂടെ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അവിടെ കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ് ചൂടുവെള്ളം റെഡിയാക്കി തരുന്നുണ്ടായിരുന്നു. അതിലാണ് ആദ്യത്തെ കുളിപ്പിച്ചത്. കുളിപ്പിച്ച ശേഷം പിന്നെ നന്നായിട്ട് ചന്ദനം തലയിൽ തേച്ച് കൊടുത്തു. ചേട്ടാന്ന് വിളിച്ചിട്ട് അങ്കുവിൻ്റെ അടുത്ത് സങ്കടം പറയുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മണ്ഡപത്തിൽ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അടുത്ത് ഞങ്ങൾ കോവിലിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ എല്ലാവരും കൂടി അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ അടുത്ത നേർച്ച കാവടി കണ്ടു. നേർച്ച കാവടി വെച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അമ്പലത്തിൽ കയറിയ ഉടനെ തന്നെ അങ്കു താഴോട്ട് ഇറങ്ങി. പിന്നെ ഫുൾ കളിയായിരുന്നു. വിളിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ ഓടി നടക്കുവാണ്. കുറേ നേരം ഓടിയൊക്കെ നടന്ന് നല്ല ടയേർഡായി. നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ എടുത്തു അവനെ. നടന്നുകൊണ്ടിരുന്നപ്പോൾ മങ്കിയെ കാണിച്ചു കൊടുത്തു. മങ്കിയെ കണ്ടിട്ട് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. അമ്പലത്തിന് പുറത്തും ഉണ്ടായിരുന്നു, അകത്തും നിറയെ ഉണ്ട്. പിന്നെ തൊഴുതിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചേട്ടന്മാർ രണ്ടുപേരും കൂടി കാർ എടുക്കാനായിട്ട് പോയിരിക്കുവാണ്. ഞങ്ങൾ തണലത്ത് നിൽക്കുവാണ് അവരെ വെയിറ്റ് ചെയ്ത്. പിന്നെ കാർ എത്തി, എല്ലാവരും കയറി. നല്ല ടയേർഡായി. ഇനി നേരെ വീട്ടിലോട്ടാണ്. ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറിയായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
നല്ല ടയേർഡായതുകൊണ്ട് അങ്കു ഉറങ്ങി, പിന്നെ ഞാനും ഉറങ്ങി. പിന്നെ നേരെ വീട്ടിൽ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആദുവും അങ്കുവും കൂടെ ഉമ്മയും ബൈ ബൈ ഒക്കെ കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you guys in next vlog. Bye.